ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനുമോള് ആദിലേനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആദിലയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ അവൾ പോകും, എത്ര വൃത്തികേട് വേണം അവൾ പറയും, ഇല്ലാത്ത കാര്യങ്ങൾ വരെ വളച്ചൊടിച്ച് പറയും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏത് സമയം മനുഷ്യത്വത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആദില. എന്നിട്ട് മനുഷ്യത്വ ഇല്ലായ്മയെ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഷാനവാസിനോടാണ് പറയുന്നത്. അപ്പോൾ ഷാനവാസിനുള്ളൊരു ദേഷ്യം എന്ന് പറയുന്നത് ഈ ഇത്രയും കാര്യങ്ങൾ ഇതിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് ഇന്ന് ലൈവിൽ രാവിലെ ആ ഒരു ടാസ്കിൽ അനുമോളെ എടുത്ത് ഇട്ട് കൊടുത്തത് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എൻ്റെ വാക്കിനൊക്കെ അവർ എന്ത് വിലയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കുട്ടികളോട് എനിക്ക് ഈ ഒരു കാര്യത്തിലൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നുണ്ട് എത്ര വെറുക്കാൻ നോക്കിയാലും എനിക്ക് പിന്നെ വെറുക്കാൻ അങ്ങനെ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് എന്തിനാണ് വെറുക്കുന്നത്, അവർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഇഷ്ടമില്ല, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വെറുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ അനു പറയുന്നുണ്ട് എന്നാലും ഉള്ളിനുള്ളിലൊരു ഇഷ്ടമുണ്ട് അവരോട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയൊക്കെ അവരെപ്പറ്റി ദേഷ്യമുണ്ട് അനുവിന്. പക്ഷേങ്കിൽ നേരത്തെ നടന്നിട്ടുള്ള ഒരു ടാസ്കിലാണെങ്കിലും ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്ന സമയത്ത് അതിലേനെയാണ് അനുമോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവരൊരു ഗെയിമാണോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. മേ ബി ചിലപ്പോൾ അനുമോളുടെ ഗെയിം ആയിരിക്കാം. അതേപോലെ തന്നെ നൂറയും നല്ലൊരു ഫ്രണ്ട് എന്ന് എടുത്തിട്ടുള്ളത് അനുമോളെ ആയിരിക്കാം, അതും അവരൊരു ഗെയിം ആയിരിക്കാം. എന്തായാലും അവസാനം വരെ എല്ലാവരും ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അയ്യോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തോ എന്നുള്ളൊരു അഭിനയവും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കാഴ്ചവെക്കുന്നുണ്ട്. അതും ഒരു ഗെയിം തന്നെയാണ്.